ജമ്മു കാശ്മീരിലെങ്ങും ഇന്ന് അതീവ സുരക്ഷ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ ചട്ടം 35A സുപ്രീം കോടതി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലാണ് സുരക്ഷ ഇരട്ടിയാക്കിയത്. ചട്ടം റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനമെടുത്താൽ കാശ്മീരിൽ വൻ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള മുന്നറിയിപ്പ് നൽകി. അതേസമയം പുൽവാമ സ്ഫോടനം ചർച്ച ചെയ്യുന്ന സൈനിക മേധാവിമാരുടെ യോഗം രണ്ടാം ദിവസമായ ഇന്നും തുടരും. ഭരണഘടനയിലെ സ്ഥിരതാമസക്കാർ എന്ന വാക്കിന് ജമ്മുകാശ്മീരിലെ പ്രത്യേക സാഹചര്യത്തിൽ നൽകിയിരിക്കുന്ന വിലയിരുത്തലാണ് 1954 കൊണ്ടുവന്ന 35A. കാശ്മീരികൾക്ക് മാത്രമായി ഭൂമിയും സർക്കാർ ജോലിയും നിശ്ചയിച്ചിരിക്കുന്ന ചട്ടം റദ്ദാക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു കൂട്ടം ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. റദ്ദാക്കണമെന്ന കേന്ദ്ര സർക്കാരിനും താൽപര്യമുണ്ട്. പക്ഷേ ജമ്മുകാശ്മീർ ഒന്നടങ്കം ഇതിനെ എതിർക്കുന്നു. സുപ്രീം കോടതിയിൽ ചട്ടത്തിനെ കേന്ദ്രം എതിർത്താൽ വൻ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന് മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ചൂണ്ടിക്കാട്ടി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് 200-ലേറെ ജമാഅത്ത് നേതാക്കളെ കരുതൽ തടങ്കലിലാക്കി. അതേസമയം പുൽവാമ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ നടക്കുന്ന സൈനിക അറ്റാഷന്മാരുടെ യോഗം ഇന്ന് സമാപിക്കും. പുൽവാമ സ്ഫോടനത്തിന്റെ പ്രത്യാക്രമണവും ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയും വിവിധ എംബസികളിൽ ജോലി ചെയ്യുന്ന സൈനിക പ്രതിനിധികൾ ചർച്ച ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അയോധ്യ തർക്കഭൂമിക്ക് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. തർക്കഭൂമി 3ആയി വിഭജിച്ച് നൽകിയ അലഹബാദ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് കോടതി പരിഗണിക്കുന്നത്. കേസിൽ ദൈനംദിന വാദം കേൾക്കണമോ എന്നതിൽ തീരുമാനമുണ്ടാകും. തർക്കഭൂമി ഒഴികെയുള്ളവ ഉടമകൾക്ക് തിരികെ നൽകണമെന്ന കേന്ദ്ര സർക്കാർ അപേക്ഷയും ഹർജികൾക്കൊപ്പം പരിഗണിക്കും. അയോധ്യ തർക്കഭൂമി കേസ് ഉടൻ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പരസ്യ പ്രസ്താവന നടത്തി കോടതിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് കേസ് ഭരണഘടനാ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നത്. രാംലല്ല, നിർമോഹി അഖാറ, സുന്നി വഖഫ് ബോർഡ് എന്നിവർക്ക് 2.77 ഏക്കർ തർക്കഭൂമി തുല്യമായി വിഭജിച്ച് നൽകിയ അലഹബാദ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നത്. കേസിൽ പ്രധാന വാദങ്ങളിലേക്ക് ഇന്ന് കടക്കില്ല. അന്തിമവാദം എപ്പോൾ ആരംഭിക്കണം, വാദം കേൾക്കൽ എങ്ങനെ വേണം എന്നീ കാര്യങ്ങളിലാകും ബെഞ്ച് തീരുമാനമെടുക്കുക. അയോധ്യ നിയമപ്രകാരം ഏറ്റെടുത്ത തർക്കഭൂമിയല്ലാത്ത 67.39 ഏക്കർ രാമജന്മഭൂമി ന്യാസ് ഉൾപ്പെടെയുള്ള ഉടമകൾക്ക് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷയും ഹർജികൾക്കൊപ്പം പരിഗണനയ്ക്കെത്തും. അപേക്ഷ വേഗം തീർപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടാനാണ് സാധ്യത. കേസിൽ കക്ഷി ചേരാനുള്ള സുബ്രഹ്മണ്യൻ സ്വാമിയുടെ നീക്കം സുന്നി വഖഫ് ബോർഡ് എതിർക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ DY ചന്ദ്രചൂഡ്, SA ബോബ്ഡെ, അശോക് ഭൂഷൺ, AK നസീർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. നേരത്തെ ജനുവരി 29-ന് കേസ് പരിഗണിക്കാനിരിക്കെ ജസ്റ്റിസ് SA ബോബ്ഡെ അവധിയായതിനെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF ഉത്തരമേഖലാ ജാഥയുടെ മലപ്പുറം ജില്ലയിലെ പര്യടനം ഇന്ന് അവസാനിക്കും. അരീക്കോട്, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലാണ് ഇന്നത്തെ സ്വീകരണ കേന്ദ്രങ്ങൾ. ജാഥ ഇന്ന് പാലക്കാട്ടേക്ക് കടക്കും. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് തോട്ടം തൊഴിലാളികൾ നൽകിയത് ഊഷ്മള സ്വീകരണം. ഇടുക്കി ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ വണ്ടിപ്പെരിയാറിലാണ് യാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. BJP സർക്കാരിനെ പുറത്താക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള കേരള സംരക്ഷണ യാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് പീരുമേട് നിയമസഭാ മണ്ഡലത്തിലെ വണ്ടിപ്പെരിയാറിൽ ലഭിച്ചത്. കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയെത്തിയ ജാഥ ക്യാപ്റ്റനെയും അംഗങ്ങളെയും ബാൻഡ് മേളത്തോടെ തോട്ടം തൊഴിലാളികൾ വരവേറ്റു. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് മോദി സർക്കാർ കൈക്കൂലി വാങ്ങുകയാണ് എന്നും വിമാനത്താവളങ്ങൾ അദാനി ഗ്രൂപ്പിന് ലഭിച്ചതിന് പിന്നിൽ അഴിമതിയുണ്ട് എന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. BJP സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നു. നിങ്ങളറിയോ, തിരുവനന്തപുരം വിമാനത്താവളം വിൽക്കാൻ തീരുമാനിച്ചു. ഇന്ന് അദാനിക്ക് അത് മോദി വിറ്റിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളം ഇന്ത്യയിലെ 6 വിമാനത്താവളങ്ങൾ ഇന്ന് വിറ്റു. 6 വിമാനത്താവളം കിട്ടിയത് അദാനിക്കാണ് കിട്ടിയത്. അതെങ്ങനെയാണ്? ലേലം ചെയ്തപ്പോൾ 6 എണ്ണവും അദാനിക്ക് തന്നെ കിട്ടിയത്. ഈ നാട് ഭരിക്കുന്നത് കോർപ്പറേറ്റുകളാണ്, അദാനിമാരാണ് എന്ന് വ്യക്തമായില്ലേ? 6 വിമാനത്താവളങ്ങൾ ലേലത്തിൽ വെച്ചപ്പോൾ 6ഉം കിട്ടി അദാനിക്ക്.
ജാഥ അംഗങ്ങളായ കെ പ്രകാശ് ബാബു, ആന്റണി രാജു, ഡീക്കൻ തോമസ് കയ്യത്ര എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മന്ത്രി എം.എം. മണി, അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP, MLA ES ബിജിമോൾ, CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ഇന്ന് 4 ഇടങ്ങളിലാണ് യാത്രയ്ക്ക് ജില്ലയിൽ സ്വീകരണം. നെടുങ്കണ്ടത്തും ചെറുതോണിയിലും അടിമാലിയിലും പര്യടനം പൂർത്തിയാക്കി വൈകിട്ടോടെ അവസാന സ്വീകരണ കേന്ദ്രമായ തൊടുപുഴയിൽ എത്തിച്ചേരും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മതനിരപേക്ഷ ഇന്ത്യയ്ക്കായി വയനാട്ടിൽ സെക്യുലർ മാർച്ച് സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ മീനങ്ങാടി മുതൽ കൽപ്പറ്റ വരെ ദേശീയപാതയിൽ 13 കിലോമീറ്റർ കാൽനടയായി മാർച്ച് കൽപ്പറ്റയിലെത്തിയത്. മതനിരപേക്ഷ ഇന്ത്യയ്ക്കായി സമരോത്സുക യൗവനം എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. മീനങ്ങാടിയിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് S. സതീഷ് ഉദ്ഘാടനം ചെയ്ത മാർച്ച് രാത്രി 7:30 ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിലെത്തി. ആയിരക്കണക്കിന് യുവജനങ്ങൾ മാർച്ചിൽ പങ്കാളികളായി. സമാപന പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി A. റഹീം ഉദ്ഘാടനം ചെയ്തു. CK ശശീന്ദ്രൻ MLA, CPIM ജില്ലാ സെക്രട്ടറി P. ഗാഗറിൻ, റഫീഖ്, പ്രസിഡന്റ് KM ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കോർപ്പറേഷൻ ഭരണാധികാരികളുടെ ഗുരുതരമായ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് LDF നഗരസഭാ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഭരിക്കാനറിയാത്ത മേയറും ഡെപ്യൂട്ടി മേയറും തൽസ്ഥാനം രാജിവെച്ചൊഴിയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തത്തിന് പ്രധാന കാരണം കൊച്ചി നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണെന്നാരോപിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തീപിടുത്തത്തെ തുടർന്ന് പുകശല്യം അനുഭവിച്ച തൃപ്പൂണിത്തുറ, ഇരുമ്പനം, വൈറ്റില പ്രദേശങ്ങളിലുള്ള ഒരു മാർച്ചിൽ അണിനിരന്നു. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിൽ നഗരസഭ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ആരോപിച്ചു. മേയറും ഡെപ്യൂട്ടി മേയറും സ്ഥാനം രാജിവെച്ചൊഴിയുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നാട്ടിൽ ബോംബ് പോലെ നിങ്ങൾ ഈ ജൈവമാലിന്യ പ്ലാന്റും ഒന്ന് സംരക്ഷിക്കാനല്ല പരിപാടിയെങ്കിൽ നിങ്ങൾ രാജിവെച്ചൊഴിയണമെന്ന് ഞാൻ പറയുന്നത് നിങ്ങളോടുള്ള ഒരു താല്പര്യം കൊണ്ട് അത് കൂട്ടി. ഇനിയും ഇങ്ങനെ സ്ഥിതിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ കൊച്ചിൻ കോർപ്പറേഷൻ തുറക്കാൻ സമ്മതിക്കാത്ത സ്ഥിതിശേഷം വരും. ആ സ്ഥിതി ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി മേയറും മറ്റു ബന്ധപ്പെട്ട ആൾക്കാരും ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള ആൾക്കാർ ആ ഉത്തരവാദിത്തം നിർവഹിക്കണം. ബ്രഹ്മപുരത്തെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായി നഗരസഭാ പ്രതിപക്ഷ നേതാവ് KG ആന്റണി പറഞ്ഞു. ഈ തീപിടുത്തം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അവിടെ ഏതൊരുവിധ സുരക്ഷിതത്വം ഇല്ല, അതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതൊരുവിധ നടപടികളും മേയറിന്റെ ഭാഗത്തുനിന്നോ ഡെപ്യൂട്ടി മേയറിന്റെ ഭാഗത്തുനിന്നോ സ്വീകരിച്ചില്ല. ബ്രഹ്മപുരത്ത് മാത്രമല്ല കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായി. ഇതിൽ കൂടുതലും മാലിന്യങ്ങളിൽ നിന്നാണ് തീ പടർന്നതും. എന്നിട്ടും ശാശ്വത പരിഹാരത്തിന് ശ്രമിക്കാതെ അട്ടിമറിയുണ്ടെന്ന വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണമാണ് മേയർ ഉൾപ്പെടെ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോൺഗ്രസ് JDS സഖ്യവും BJPയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് കർണാടകയിലെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത്. ഒരുപക്ഷെ സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം സ്വാധീനിച്ചേക്കും. സഖ്യരൂപീകരണത്തിന്റെ നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. അതേസമയം ഏതു നിമിഷവും BJPയിൽ ചേരാനിടയുള്ള നേതാക്കളുമായാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. എന്നാൽ സർക്കാരിനെ വീഴ്ത്താൻ നടത്തുന്ന കുതിരക്കച്ചവടം തെരഞ്ഞെടുപ്പിൽ BJPക്കും തിരിച്ചടിയാകും. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പുറത്താക്കാൻ കോൺഗ്രസും JDSും സഖ്യമുണ്ടാക്കി. ആ സഖ്യവും സർക്കാരിനെ വീഴ്ത്താൻ BJP നടത്തുന്ന കുതിരക്കച്ചവടവും സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രതിസന്ധിക്ക് നടുവിലാണ് കർണാടകയിൽ തെരഞ്ഞെടുപ്പ്. 28 സീറ്റുകളുള്ള കർണാടകയിൽ 2014 3 പാർട്ടികളും തനിച്ചു മത്സരിച്ചു. മോദി തരംഗത്തിനിടയിലും BJPക്ക് 2009നേക്കാൾ 2 സീറ്റുകൾ കുറഞ്ഞപ്പോൾ കോൺഗ്രസ് 3 സീറ്റുകൾ അധികം നേടി. ഇത്തവണ സഖ്യമായാണ് കോൺഗ്രസും JDSും മത്സരിക്കുന്നത്. കോൺഗ്രസ് JDS സഖ്യത്തിന്റെ ഏച്ചുകെട്ടൽ ഇപ്പോഴും മുഴച്ചു നിൽക്കുകയാണ്. കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയായി കോൺഗ്രസിലെ ഒരു വിഭാഗം ഇന്നും അംഗീകരിക്കുന്നില്ല. കോൺഗ്രസ് നിലയ്ക്ക് നിന്നില്ലെങ്കിൽ രാജിക്ക് തയ്യാറെന്നാവർത്തിച്ച് കുമാരസ്വാമിയും. അയവില്ലാത്ത ഈ മുന്നണി പ്രശ്നങ്ങൾക്കിടെ ഒരേ മനസ്സോടെ ഇവർ തെരഞ്ഞെടുപ്പ് നേരിടുമെന്ന് കരുതുക വയ്യ. BJP വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം, ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം തുടങ്ങിയവ സഖ്യത്തിന് ശുഭസൂചനകളാണ്.
പക്ഷേ സീറ്റ് വിഭജനത്തിലെ കല്ലുകടി പലയിടങ്ങളിലും പരസ്പരം കാലുവാരലിന് വഴിയൊരുക്കും. സർക്കാരിനെ താഴെ വീഴാതെ നിർത്താനുള്ള നെട്ടോട്ടത്തിനിടയിൽ ഭരണം മറന്നുവെന്ന വിമർശനം ശക്തമാണ്. 18 സീറ്റിൽ കോൺഗ്രസും 10 സീറ്റുകളിൽ JDS-ഉം മത്സരിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പ്രകാരം 21 സീറ്റുകളിൽ സഖ്യം മുന്നിലാണ്. തെക്കേ ഇന്ത്യയിൽ വേരോട്ടമുള്ള ഏക സംസ്ഥാനത്തിൽ ഇനിയുമൊരു തിരിച്ചടി ദേശീയ തലത്തിൽ തന്നെ BJP-ക്ക് നാണക്കേടുണ്ടാക്കും. കോൺഗ്രസുകാരെ ചാക്കിട്ട് പിടിച്ച് സർക്കാരിനെ താഴെ വീഴ്ത്താൻ നടത്തിയ ശ്രമങ്ങൾ, തെളിവോടെ പിടിക്കപ്പെട്ട യെദ്യൂരപ്പ, ഉരുക്കുകോട്ടയായ ബെല്ലാരിയിൽ ഉൾപ്പെടെ നേരിട്ട ഉപതെരഞ്ഞെടുപ്പ് തോൽവികൾ, BJP ക്യാമ്പിലും ആശങ്കയുടെ വകകൾ കുറവല്ല. അധികാരം പോയെങ്കിലും സംഘടനാ സംവിധാനം ശക്തമാണ്. ഖനിമാഫിയയുടെ പിന്തുണയും BJP-ക്കുണ്ടാകും. ലിംഗായത്തുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് തെരഞ്ഞെടുപ്പ് ചിത്രത്തെ സ്വാധീനിക്കും. നടൻ പ്രകാശ് രാജും ഇക്കുറി ഭാഗ്യപരീക്ഷണത്തിനുണ്ട്. സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. BJP നേട്ടമുണ്ടാക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് MLA-മാരുടെ ഒഴുക്ക് പ്രതീക്ഷിക്കാം. ഇത് വഴിയൊരുക്കുന്നതാകട്ടെ കർണാടകയിൽ ഒരു വർഷത്തിനിടെയുള്ള രണ്ടാമത്തെ സർക്കാരിന്റെ വീഴ്ചയിലേക്കും. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയ റാഫേൽ ഉത്തരവിനെതിരായ പുനഃപരിശോധനാ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. വിധി പറഞ്ഞ ജസ്റ്റിസുമാരുടെ ചേംബറിൽ ഇന്ന് ഉച്ചയ്ക്കാണ് കേസ് പരിഗണിക്കുന്നത്. തുറന്ന കോടതിയിലേക്ക് പുനഃപരിശോധനാ ഹർജികൾ മാറ്റുമോ എന്നും ഇന്നറിയാം. അതേസമയം വിധിന്യായത്തിലെ തെറ്റുകൾക്കെതിരെ തിരുത്ത് ഹർജിയും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. പാമോലിൻ ഇറക്കുമതി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് അന്തിമവാദം ആരംഭിക്കും. മുൻ ചീഫ് സെക്രട്ടറിമാരായ PJ തോമസ്, ജിജി തോംസൺ, മുൻ മന്ത്രി TH മുസ്തഫ എന്നിവർ നൽകിയ ഹർജികളിലാണ് അന്തിമവാദം. 3 പേരെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ സംസ്ഥാന സർക്കാരും VS അച്യുതാനന്ദനും എതിർത്തേക്കും. പാമോലിൻ കേസിലെ വിചാരണ നടപടികൾ തുടരുന്നതിനിടെയാണ് കേസ് റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി അന്തിമവാദം കേൾക്കാൻ തുടങ്ങുന്നത്. മുൻ ചീഫ് സെക്രട്ടറിമാരായിരുന്ന PJ തോമസ്, ജിജി തോംസൺ, കോൺഗ്രസ് നേതാവ് TH മുസ്തഫ എന്നിവർ 2012-ലാണ് സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജി നൽകിയത്. ജസ്റ്റിസ് AM ഖാൻവീൽക്കർ, ജസ്റ്റിസ് അജയ് രസ്തോഗി എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കുക. കേസ് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചതാണെന്നാണ് PJ തോമസിന്റെയും ജിജി തോംസന്റെയും വാദം. സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനം നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത്. 2005-ൽ കേസ് പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ പിന്നീട് രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ തീരുമാനം പിൻവലിക്കുകയായിരുന്നുവെന്ന് മുൻ ചീഫ് സെക്രട്ടറിമാർ വാദിക്കുന്നു. ഇടപാട് നടക്കുമ്പോൾ ധനകാര്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് കീഴ്ക്കോടതിയിൽ TH മുസ്തഫ നൽകിയ വിടുതൽ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 3 പേരെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ സംസ്ഥാന സർക്കാരും VS അച്യുതാനന്ദനും എതിർക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് അംഗനവാടി ജീവനക്കാർ പാർലമെന്റ് മാർച്ച് നടത്തി. 40 ലക്ഷം പേർ ഒപ്പിട്ട നിവേദനവുമായാണ് 1000-ഓളം പേർ മാർച്ചിൽ അണിനിരുന്നത്. CITU ജനറൽ സെക്രട്ടറി തപൻസൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സുരക്ഷയും ന്യായമായ വേതനവും ആവശ്യപ്പെട്ട് നിരന്തരം തുടരുന്ന അവകാശ സമരങ്ങളെ അവഗണിക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണമെന്ന് തപൻസൻ ആവശ്യപ്പെട്ടു. മാർച്ചിന് CITU പ്രസിഡന്റ് K ഹേമലത, അഖിലേന്ത്യാ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി AR സിന്ധു തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP നേതൃത്വത്തിലുള്ള തൊഴിലാളി വിരുദ്ധ സർക്കാരിനെ പരാജയപ്പെടുത്താൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ തൊഴിലാളികൾ രംഗത്തിറങ്ങുമെന്ന് മാർച്ച് പ്രഖ്യാപിച്ചു. ഇടവേള. അനധികൃത സ്വത്ത് സമ്പാദിച്ച കേസിൽ മുൻ DGP-ക്കെതിരെ തിരുവനന്തപുരം CBI കോടതി കുറ്റപത്രം ചുമത്തി. സംസ്ഥാനത്തിന്റെ മുൻ DGP PJ അലക്സാണ്ടർക്കെതിരെയാണ് തിരുവനന്തപുരം പ്രത്യേക CBI കോടതി കുറ്റപത്രം ചുമത്തിയത്. പ്രതി കുറ്റം നിഷേധിച്ചതിനാൽ കേസ് തെളിവെടുപ്പിനായി മാറ്റി. 1982 മുതൽ 1992 വരെയുള്ള 10 വർഷ കാലയളവിൽ മുൻ DGP PJ അലക്സാണ്ടർ തനിക്കും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടി ബിനാമികളുടെ പേരിൽ 62 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ അനധികൃതമായി സമ്പാദിച്ചുവെന്നാണ് CBI കേസ്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് സ്വത്തുക്കൾ സമ്പാദിച്ചുവെന്നാണ് CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. 1995-ൽ CBI കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് PJ അലക്സാണ്ടർ ഹർജി സമർപ്പിച്ചത് മൂലം കേസ് നീണ്ടുപോയി. കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും കേസ് ഫയൽ ചെയ്തെങ്കിലും കോടതി ആവശ്യം അംഗീകരിച്ചില്ല. ഇതോടെയാണ് ഇന്നലെ CBI കോടതിയിൽ PJ അലക്സാണ്ടർക്കെതിരായ കുറ്റപത്രം വായിച്ചത്. CBIയുടെ കുറ്റപത്രം മുൻ DGP PJ അലക്സാണ്ടർ നിഷേധിച്ചു. അഡ്വക്കേറ്റ് വൈക്കം പുരുഷോത്തമൻ നായരാണ് കേസിലെ CBIയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. മാർച്ച് 26-ന് കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കാസർഗോഡ് പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുള്ള സംഘർഷത്തിന് പരിഹാരം കാണാൻ ഇന്ന് ഉച്ചയ്ക്ക് 2-ന് കാസർഗോഡ് കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം ചേരും. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. പെരിയ കൊലക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് ക്രൈംബ്രാഞ്ച് ഇന്ന് ഹോസ്ദുർഗ് കോടതിയിൽ അപേക്ഷ നൽകും. പെരിയ കല്യോട്ട് 2 കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നിലവിലുള്ള സംഘർഷ സ്ഥിതിയിൽ അയവ് വരുത്താൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത് കാസർഗോഡ് ജില്ലാ കലക്ടറാണ്. CPIM-ഉം കോൺഗ്രസും BJP-യും ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് കാസർഗോഡ് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുവാൻ എല്ലാവരും സഹകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം. പെരിയ കൊലക്കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാണ്. SP മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം കാസർഗോഡ് ക്യാമ്പ് ചെയ്താണ് അന്വേഷണം നടത്തുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ വിട്ടുകിട്ടാൻ ക്രൈംബ്രാഞ്ച് ഹോസ്ദുർഗ് കോടതിയിൽ ഇന്ന് അപേക്ഷ സമർപ്പിക്കും. ഇതിനിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസിന്റെ 48 മണിക്കൂർ സത്യാഗ്രഹ സമരം ഇന്ന് കാസർഗോഡ് തുടങ്ങും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1000 ദിനങ്ങൾക്കുള്ളിൽ വിതരണം ചെയ്തത് 937.45 കോടി രൂപ. 2.57 ലക്ഷം പേർക്കാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം അനുവദിച്ചത്. ഓഖി, പ്രളയ ദുരിതാശ്വാസ സഹായം എന്നിവ കൂടാതെ വിതരണം ചെയ്തതാണ് ഈ തുക. മുൻ സർക്കാർ 5 വർഷത്തിനകം നൽകിയതിനേക്കാൾ തുക 1000 ദിവസത്തിനുള്ളിൽ പിണറായി സർക്കാർ ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ 1000 ദിവസം പൂർത്തിയാക്കുമ്പോൾ ഓഖി, പ്രളയ ദുരിതാശ്വാസം എന്നിവ കൂടാതെ 937.45 കോടി രൂപയാണ് ജനങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുവാനുള്ള ദുരിതാശ്വാസ നിധിയുടെ നിബന്ധനകളിൽ ആവശ്യമായ മാറ്റങ്ങൾ 1000 ദിവസങ്ങൾക്കുള്ളിൽ വരുത്തി. ദുരിതാശ്വാസ സഹായം ലഭിക്കുന്നതിനുള്ള വരുമാന പരിധി 1 ലക്ഷം രൂപയിൽ നിന്നും 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് അനുവദിക്കുവാൻ കഴിയുന്ന ധനസഹായ പരിധി 3 ലക്ഷമായി ഉയർത്തി. ഗുരുതരമായ ക്യാൻസർ ചികിത്സയ്ക്കും അവയവദാന ശസ്ത്രക്രിയയ്ക്കും 3 ലക്ഷം രൂപ വരെ ധനസഹായം നൽകി. കൂടാതെ ദുരിതാശ്വാസ നിധിയിലേക്ക് cmdrf.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ നൽകാം. ഇത്തരത്തിൽ സംവിധാനമൊരുക്കിയത് ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസമായി. കൂടാതെ അപേക്ഷയുടെ പുരോഗതി നിരീക്ഷിക്കുവാൻ അപേക്ഷകന് സാധിക്കുമെന്നതും ഓൺലൈൻ സംവിധാനത്തിന്റെ പ്രത്യേകതയായിരുന്നു. കുറ്റമറ്റ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അപേക്ഷാ പരിശോധനാ സംവിധാനം നിലവിൽ വന്നതിനാൽ നടപടികൾ വേഗത്തിലായി. തീരുമാനമെടുത്ത് ഉത്തരവിറങ്ങിയാൽ ദിവസങ്ങൾക്കകം അക്കൗണ്ടിൽ പണമെത്തും. ഓഫീസുകൾ കയറിയിറങ്ങാതെ തന്നെ ദുരിതബാധിതർക്കുള്ള സഹായം വേഗത്തിൽ അക്കൗണ്ടിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് പുതിയ മുഖം. നവീകരിച്ച ജില്ലാ പഞ്ചായത്ത് ഓഫീസ് മന്ദിരത്തിന്റെയും EMS സ്മാരക ഹാളിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കും. ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനസൗഹാർദ്ദമാക്കുന്ന രീതിയിലാണ് പുതിയ ഓഫീസ് നവീകരിച്ചിട്ടുള്ളത്. സേവന മേഖലയിൽ ഗുണമേന്മാ മികവിനുള്ള ISO അംഗീകാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത് ഓഫീസ് ഹൈടെക് മാതൃകയിലാണ് നവീകരിച്ചിട്ടുള്ളത്. 500 പേർക്കിരിക്കാവുന്ന കോൺഫറൻസ് ഹാള്, പുതിയ കൌൺസിൽ ഹാള്, ഫ്രണ്ട് ഓഫീസ്, ജനസേവന കേന്ദ്രം എന്നിവയെല്ലാം പുതിയ മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഓഫീസ് സേവനങ്ങൾ ജനസൗഹൃദമാക്കുക എന്നതാണ് നവീകരണത്തിന്റെ ലക്ഷ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VK മധു പറഞ്ഞു. 23 കൊല്ലങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജിൽ ഒരു വാടക കെട്ടിടത്തിൽ ആരംഭിച്ച ജില്ലാ പഞ്ചായത്താണ് ഇന്ന് ഇത്തരത്തിൽ ആധുനികമായ സൗകര്യങ്ങളോടെ ഒരു ജനസൗഹൃദ ഓഫീസായിട്ട് ഇന്നിപ്പോൾ നവീകരിച്ച് പണി പൂർത്തിയാക്കി അതിന്റെ ഉദ്ഘാടനത്തിലേക്ക് പോകുന്നു. 5.29 കോടി രൂപയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചിലവ്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത്. മന്ദിരോദ്ഘാടനത്തിനൊപ്പം വിവിധ പദ്ധതികൾക്കും തുടക്കം കുറിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഇക്കൊല്ലത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും മികച്ച ജനപ്രതിനിധിക്കുള്ള പുരസ്കാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VK മധുവിനുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സാഗ 2019 പോസ്റ്റർ ലോഞ്ച് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ നടന്നു. മസാല കോഫി ഫെയിം സൂരജ് സന്തോഷ് പോസ്റ്റർ പ്രകാശനം ചെയ്തു. അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലും അഹല്യ അക്കാദമിക് ഡയറക്ടറുമായ ഡോക്ടർ ശ്രീ മഹാദേവൻ പിള്ള അധ്യക്ഷത വഹിച്ചു. കൈരളി ടിവിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന സാഗ 2019 മാർച്ച് 3 വൈകുന്നേരം 6 മണിക്ക് അഹല്യ ക്യാമ്പസിൽ നടക്കും. മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവലിൽ പ്രമുഖരായ നിരവധി കലാകാരന്മാർ അണിനിരക്കും.
പിട്ടാപ്പള്ളിൽ ഗ്രൂപ്പിന്റെ പുതിയ ഗൃഹോപകരണ ഷോറൂം പാലക്കാട് മണ്ണാർക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ ഉപഭോക്താക്കൾക്ക് ഷോറൂമിൽ ലഭിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗൃഹോപകരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂൾ സമ്മർ ഓഫർ പ്രകാരം AC-കൾക്ക് പ്രത്യേക വിലക്കുറവ് ലഭിക്കും.